ഇഷ്ടമായ കരാർ പൊട്ടിക്കാൻ പറ്റൂല. ഇഷ്ടാനുസരിച്ച് കെട്ടിയിട്ട് ഇഷ്ടാനുസരിച്ച് പൊടി എന്ന് പറയാൻ പറ്റുന്ന നല്ല കല്യാണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടമയും കടപ്പാടും എന്താണ് നബിയേ? എഴുതിക്കോ. ഒന്ന്, നീ ഭക്ഷിച്ചാൽ, നീ കഴിച്ചാൽ നിന്റെ ഭാര്യയ്ക്കും നീ കൊടുക്കണം കേട്ടോ. നീ മാത്രം അൽഫാം കഴിച്ചാ പോരാ, നീ മാത്രം ഷവായ കഴിച്ചാ പോരാ, നീ മാത്രം ഷവർമ കഴിച്ചാ പോരാ. നീ ആ കടയിലിരുന്ന് ഷവായ കഴിക്കുമ്പോ ഭാര്യക്കൊരു കോള് ചെയ്തിട്ട് ചോദിക്കണം, എടീ ഞാനിവിടെ ഷവായ കഴിക്കുന്നു, നിനക്കും ഒരു പീസ് കൊണ്ടുവരട്ടെ. ചോദിക്കണം. അതാണ് ചോദിക്കണം. ഷാർജ ജ്യൂസ് കുടിക്കുമ്പോ അവളോട് ചോദിക്കണം, എടീ ഞാൻ ഷാർജ ജ്യൂസ് കുടിക്കുന്നു, നിനക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. പെണ്ണുങ്ങൾ കൂടുതലും വേണ്ടാന്നേ പറയുള്ളൂ. ആരും കൊണ്ടുപോകും, മച്ച കൊണ്ടുപോ, രണ്ടെണ്ണം അടുത്തെടുത്തി പിടിച്ചു, ഇതൊന്നും ആരും പറയൂല. പെണ്ണുങ്ങൾ വളരെ പാവമാണ്. അവര് പറ്റ പറയും, അതൊന്നും വേണ്ട, മച്ച കുടിച്ചിട്ടോ, മച്ച കഴിച്ചിട്ടോ, ഞാൻ ഇവിടുന്നതിലൊക്കെ കുടിച്ചോളാം, ഞാൻ ഇത് വേണ്ട, നിങ്ങൾ കഴിച്ചിട്ട് വരി. അതാണ് പെണ്ണുങ്ങൾ. നിങ്ങൾ കഴിച്ചിട്ട് വരെ അല്ല മേടിച്ചോണ്ട് വന്ന് പറയുവോ? പറയുന്ന ഐറ്റങ്ങൾ ഉണ്ട് സംഭവം. നിങ്ങൾ എത്ര കാലം കഴിച്ചു? മച്ച ഒരെണ്ണം, രണ്ടെണ്ണം, 2 പീസ് എനിക്ക് ഇന്ന് രാത്രി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് അടിക്കാൻ 2 പീസ്. എങ്ങനല്ലേ പറയും? പറഞ്ഞോട്ടെ, എന്നാലും കൊണ്ട് കൊടുക്കണം. ഏറ്റവും വലിയ സ്വതക്ക നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭാര്യക്കാണ്. നീ കഴിച്ചാൽ നീ അവളെയും കഴിപ്പിക്കണം കേട്ടോ. നീ വസ്ത്രം ധരിച്ചാൽ അവളെയും നീ ധരിപ്പിക്കണം കേട്ടോ. നല്ല വസ്ത്രം. നമ്മള് വസ്ത്രം വാങ്ങി അടിച്ചു പൊളിച്ച് എപ്പോഴും ഇങ്ങനെ വസ്ത്രം വാങ്ങി, അവക്കും പിന്നെ വസ്ത്രം ആരും വാങ്ങിച്ചു കൊടുക്കും. നീ വസ്ത്രം വാങ്ങിക്കൊടു, നല്ല വസ്ത്രം വാങ്ങിക്കൊടു. നല്ല വസ്ത്രം, ഇസ്ലാമിക വേഷത്തോടുള്ള വസ്ത്രം വാങ്ങിക്കൊടു. പർദ്ദ തന്നെ വേണമെന്നില്ല, ഔറത്തും പറഞ്ഞു കിടക്കണം, അത്രേ ഉള്ളൂ. ഔറത്തും പറഞ്ഞു കിടക്കണം. ഇന്നെന്ന് പറഞ്ഞാല് ആണിന്റെ വേഷം പെണ്ണ് ധരിക്കുന്ന കാലഘട്ടമാണ്. ഭർത്താവിന്റെ ജീൻസ്, ഭർത്താവിന്റെ ടീഷർട്ട് അവളും ഇടും, അവളുടെ ജീൻസും ടീഷർട്ടും ഇവണ്ണും എടുത്തിടും. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് അല്ലേ? ഭാര്യ ജീൻസ് ഇട്ടോട്ടെ, ടീഷർട്ട് ഇട്ടോട്ടെ, പക്ഷെ ഭർത്താവിന്റെ ബെഡ്റൂമിലായിരിക്കണം. അയാൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കാം. അല്ല നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ടീഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് പോയാൽ അതോ ഇറുകിയ പാൻറ്റാണ്. 200 ഗ്രാം ഗ്രീസ് വേണം പെരട്ടി മേപ്പോട്ട് അത് കേട്ടണമെങ്കിൽ തന്നെ. ഇത് വലിച്ച് മേപ്പോട്ട് കയറണമെങ്കിൽ അത്രയ്ക്കും വേണം. അത് ഒന്നാമത് ഈ ഒരു ചാക്ക് പോലത്തെ സാധനം. ആണുങ്ങളിടുന്ന ഡ്രസ്സ് എന്നറിയോ? എന്നാലും ഞാൻ കാസർഗോഡ് ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടിൽ നല്ല ഒരു ചെറുപ്പക്കാരൻ, അടുത്ത മാസം കല്യാണം, 2-3 കീറൽ. ഞാൻ ചോദിച്ചു, പഴയ പാൻറ്റൊക്കെ എടുത്തിട്ടതായിരിക്കും ഇല്ലയോ? ആഖിറത്തിലെ ഓർത്ത്, സഹാബാക്കളൊക്കെ ഓർത്തിട്ട് പഴയ പാൻറ്റൊക്കെ അല്ല പാടത്തിരുന്ന നല്ല ഉസ്താദ്, ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് ഇങ്ങനെ കീറാൻ. ഇവിടുന്ന് 3 കീറൊക്കെ 2 തുടയിലുമായിട്ട്. അള്ള കാത്ത് നടുക്കൊന്നും കീറാതിരുന്നത്. അവിടെയും കൂടെ കീറൽ വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ കീറലായിരിക്കില്ല സംഭവം. കാലം അങ്ങനെ അഭിവേ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, കീറിക്കോളൂ. ഇനി തന്നെ നോക്കിക്കോ, നീ തനിയെ കീറിക്കോളും. എല്ലാം കീറ. 2000-3000 കൊടുത്ത് ജീൻസ് വാങ്ങിയിട്ട് അവിടെ ഇവിടെ കീറിയിടുക. എന്താ ഉസ്താദ് നിങ്ങൾ ചിരിക്കാത്ത? അല്ല ഉസ്താദ് ഫിക്കറാക്കി ഇങ്ങനൊക്കെ കാലം ഉണ്ടോന്ന്. അദ്ദേഹം പട്ടാഴിയല്ല വേറെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പെണ്ടാട്ടി ഇതിനകത്തുണ്ടല്ലേ? ഇതിന്റെ പണി തീർക്കാൻ ഉസ്താദിന് അതാ ഫിക്കർ. എങ്ങനെ ഇത് പണിഞ്ഞ് തീർക്കുമെന്നുള്ളതാണ്. ആദ്യം കുടുംബം ഒന്ന് പണിഞ്ഞ് തീർക്കട്ടെ അല്ലേ? അൽഹംദുലില്ലാഹ്. ബിൽഡിംഗ് പണിയണമെങ്കിൽ ആ വിഷയം വെക്കണം. കുടുംബജീവിതം വെച്ചിട്ട് ബിൽഡിംഗ് പണിയാൻ പറ്റില്ല. ബിൽഡിങ്ങിന്റെ പ്രഭാഷണത്തിന് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം, തരും ആൾക്കാർ ഇൻഷാ അല്ലാഹ്. ഇതൊന്ന് പറഞ്ഞൊന്ന് തീർത്തോട്ടെ, സമാധാനപ്പെട്ട് സബൂറാക്ക്, ധൃതി പിടിക്കാതെ. ഇത് പറഞ്ഞത് കേട്ട് പ്രസിഡന്റ് അങ്ങോട്ട് പറ്റുന്നില്ല എന്ന്, കുടുംബത്തിൽ ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പറയുന്നു. ചാപ്പാടൊന്നും മേടിച്ചു, വല്ലപ്പോഴും ഷവർമ മേടിച്ച് കൊടുക്കണമല്ലോ. എന്താ കൊടുത്തൂടെ? പിന്നെ വല്ലപ്പോഴും മേടിച്ച് കൊടുക്കണം. അത് കൊടുക്കാത്തതിന്റെ വിഷമമായത്. ഇപ്പം പെട്ടെന്ന് ബിൽഡിംഗ് പണിയാനെല്ലാം കയറാൻ. നല്ല ഭക്ഷണമായി കൊടു, നല്ല വസ്ത്രമായി കൊടു പെണ്ണുങ്ങൾക്ക്. മുഖത്തടിക്കരുത് കേട്ടോ, പെണ്ണിന്റെ മുഖത്തടിക്കരുത്. ഇത്ര വലിയ വാക്കാ നബി ഇല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയൊക്കെ ഭാര്യമാരോടുള്ള മഹത്വം, കടമ, എന്താ ഈ പറയുന്ന വാക്ക്?
നമ്മുടെ കടമയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ദഇർന നിസാഉ അലാ അസ്വാജിഹിൻ. ചില സമയത്തൊക്കെ രണ്ടും പൊട്ടിയിട്ട് കൊടുത്തില്ലെങ്കിൽ ഇവള് ശരിയാവത്തുമില്ല. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്, അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ ഇതൊക്കെ സഹിക്കും? ഉമർ റളിയല്ലാഹു തആല നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട്, നബിയെ, ഈ പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുന്നു, ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല നബിയെ, ഒരു 2 അടി അടിക്കാൻ അനുവാദം തരണം. ഞങ്ങൾ പറഞ്ഞു നോക്കി നിൽക്കുന്നില്ല, പറഞ്ഞു നോക്കി നിൽക്കുന്നില്ല. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേൽ ഭാര്യമാര് കയർത്ത് സംസാരിക്കുന്നു ഹബീബേ, അതുകൊണ്ട് അടിക്കാൻ ഒരു അനുവാദം നൽകണേ റസൂലേ. ഫറഖസ ബിദർബിഹിൻ. ബഹുമാനപ്പെട്ട ഉമറാണ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിക്കാൻ അനുവാദം കൊടുത്തു. ഫറഖസ ബിദർബിഹിൻ. അടിച്ചോളി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ 2 പൊട്ടി കൊടുത്തോളി എന്നായി. അല്ലാഹ് ഉമറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ അടി കിട്ടിയ സംഭവം എന്തായിരിക്കും? അടിയോടടി, അടിയോടടി. ഓരോരുത്തരും അളിയ അനുവാദം കിട്ടിയിട്ടുണ്ട്, പൊട്ടിച്ച് കോട്ടെ. ഇനി അവള് വല്ല പറഞ്ഞ മൂക്കാൻ പെട്ടെന്ന് നിൽക്കുന്ന കൊടുത്തേരെ, എമ്മത്തി അവളിന് മിണ്ടി പോരുത്, അടിച്ചോളാൻ പറഞ്ഞു. അടിയോടടി. പാതിരാത്രി ഒരു 3 മണി സമയമായപ്പോ ലഖദ് താഫ ബിആലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കസീറുൻ യഷ്കൂന അസ്വാജഹുൻ. പാതിരാ കഴിഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനെ വലയം ചെയ്തിട്ട് കുറെ സ്ത്രീകൾ കടന്നു വരികയാ. വനിതാ മാർച്ചാണ് കേട്ടോ. ആയിഷ ബീവി ഇറങ്ങി നോക്കുമ്പോ 80ഓളം വരുന്ന സ്ത്രീകൾ നബി തങ്ങളുടെ വീടിനെ വലയം ചെയ്തിരിക്കുന്നു. ആയിഷ ബീവിയോട് ആ സ്ത്രീകൾ പരാതി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ അടിക്കാൻ അനുവാദം കൊടുത്തതിന്റെ പേരിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളെ മാരകമായി അടിക്കുകയായി. അടി അങ്ങ് പറഞ്ഞ അടി. 80 പെണ്ണുങ്ങൾ വന്ന് രാത്രി പരാതിയായിട്ട്. അന്ന് തന്നെ രാത്രി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ലൈസ ഉലൈക ബിഖിയാരിഹിം. പെണ്ണുങ്ങളെ അടിക്കുന്നവർ നല്ലവരെ അല്ല, അതുകൊണ്ട് വലാ തദ്രിബിൽ വജ്ഹ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അടിക്കരുതേ, അടിക്കരുതേ. ആരായി ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതാ ഇപ്പൊ നിലവിലുള്ളത് കേട്ടോ. അടിക്കണം എന്നുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു നബിതങ്ങൾ. ഇനി അടിക്കാൻ പാടില്ല എന്നാക്കി, അടിക്കാൻ പാടില്ല. ഇനി അടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെപ്പോഴാണ്? അതാണ് ഈ പെണ്ണുങ്ങൾ നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് തലാക്ക് ചൊല്ലാൻ പാടില്ല. ഈ 3 തലാക്കൊക്കെ നിരോധിച്ചല്ലോ ഗവൺമെന്റ്. ഈ 3 തലാക്ക് ചൊല്ലാൻ ആരാ പറഞ്ഞ? അല്ലെങ്കിൽ ഒറ്റ തലാക്കേ ചൊല്ലാവും. ഈ ഒറ്റ തലാക്ക് ചൊല്ലുമ്പോൾ 3 മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവൾ തലാക്ക് ചൊല്ലി ഇവളുടെ പുറയ്ക്ക് വീട്ടിൽ പോയിട്ട് ഈ 3 മാസത്തിനുള്ളിൽ ഇവർക്കൊരു മാറ്റം സംഭവിച്ചാൽ, നിക്കാഹ് കഴിഞ്ഞ് നിക്കാഹ് ഒന്നുകൂടെ പുതുക്കിയിട്ട് 3 മാസം കഴിഞ്ഞാൽ നിക്കാഹ് പുതുക്കിയിട്ട് ഇവളെ വീണ്ടും നമുക്ക് തന്നെ സ്വീകരിക്കാം. ഇനി 1 മാസം കഴിഞ്ഞ് എൻ്റെ ഇക്ക എന്നെ തലാക്കില്ലല്ലോ ഉടച്ചവനെ, ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കും, മെസ്സേജ് വിടും, വാട്സപ്പിലൂടെ ഞാനിനി അങ്ങനെ ചെയ്യത്തില്ലേക്ക, എന്നെ എങ്ങനെയല്ലേ രക്ഷപ്പെടുത്തിന് മേല, അങ്ങനെ എങ്ങാനും ഒരു മാറ്റം അവർക്ക് ഉണ്ടായാൽ തിരിച്ചെടുക്കാം. 3 മാസത്തിനുള്ളിൽ തിരിച്ചെടുക്കാം. പ്രജാത്തുക്കി നിന്നെ ഞാൻ മടക്കിയെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവളുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടാൽ മതി. 3 മാസം കഴിഞ്ഞാൽ ഒന്ന് നിക്കാഹ് തജ്ദീദ്. 3 മാസം കഴിഞ്ഞു, 3 തുഹർ കഴിഞ്ഞു, അവൾക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയില്ല, എനിക്ക് ഇനി വേറെ ആരും ഇല്ല, ഇനി ആരും എന്നെ ഏറ്റെടുക്കാനില്ല, ഇക്ക തന്നെ എന്നെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ, മറ്റൊരാൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിക്കാഹ് നടത്തിയിട്ടെടുക്കാം. അതുകൊണ്ട് ഒറ്റയടിക്ക് 1, 2, 3 പറഞ്ഞാൽ പോയി, സംഭവം പോയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ വേറെ ആൾ കല്യാണം കഴിച്ച ആൾ ഒഴിവാക്കണം. അങ്ങനെയൊക്കെയാണ് നിയമം. അതുകൊണ്ട് ഒറ്റ തലാക്ക് ചൊല്ലാവും. അതെപ്പോഴാ തലാക്ക് ചൊല്ലുന്നതിന് 3 ഓപ്ഷൻ ഉണ്ട്. അത് ഒറ്റയടിക്ക് നമ്മൾ ചൊല്ലാൻ പാടില്ല. വല്ലാത്തി തഖാഫൂന നുശൂസഹുൻ ഫഇളുഹുൻ വഹ്ജുറൂഹുൻ ഫിൽ മളാജിഅ വൾറിബൂഹുൻ فإن طعنكم فلا تبغوا عليهن
സബീലാ. അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണുങ്ങളോട് നിങ്ങളുടെ നിലപാട് എന്താകണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭർത്താക്കന്മാരെ അനുസരിക്കാതെ കയർത്ത് സംസാരിക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടതെന്ന് ഖുർആൻ പറയുകയാണ്. ഒറ്റയടിക്ക് അവിടെ മുഖത്ത് നോക്കി 1, 2, 3 നിന്നെ തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയല്ലേ. ഒന്നാമത്തെ പടിയായി ഫഅദൂൻ, അവളെ നിങ്ങളൊന്ന് ഉപദേശിക്കണം കേട്ടോ. നീ എന്താ ഇങ്ങനൊക്കെ ചൂടാവുന്നത്? ഇതൊക്കെ പാടുണ്ടോ? നിനക്ക് നിന്റെ കെട്ടിയോനല്ലേ ഞാൻ? നമുക്ക് 2-3 മക്കളില്ലേ? ഈ കിടന്ന് എന്തെന്ന് ഈ ബേളം വെക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, നമുക്ക് തമ്മിൽ ചർച്ച ചെയ്ത് തീർത്താൽ പോരെ. നീ എന്തിനാ അയൽക്കൂട്ടത്തിൽ പറയാൻ പോകുന്നത്? നീ എന്തിനാ അവിടുത്തെ വാർഡ് മെമ്പറിന്റെ അടുത്ത് പറയാൻ പോകുന്നത്? നീ എന്തിനാ അവിടെ പോയിട്ട് മറ്റേ തൊഴിലുറപ്പുകാരുടെ അടുത്തൊക്കെ പറയാൻ പോകുന്നത്? എന്തെങ്കിലും വിഷയം എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒറ്റ റൂമിൽ ഇരുന്ന് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് ഉപദേശിക്കണം. ഭർത്താവ് ഉപദേശിക്കണം, അവളെ ഉപദേശിക്കണം. അത് സംഭവിച്ചു പോയി മച്ചാനെ, ഇനി ഞാൻ അങ്ങനൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അതറിയാതെ അന്ന് മച്ചാടെ ദേഷ്യം കണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്, ഇനി അങ്ങനെ ഇല്ല. മാറി കിട്ടിയ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഒന്നാമത്തെ പടി അവളെ ഉപദേശിക്കുക, അതിലവൾ മാറുന്നില്ല. മാറിക്കിടക്കണം, വീട്ടിൽ നിന്ന് മിണ്ടാതെ മാറിക്കിടക്കണം. വീട്ടിൽ തന്നെ നിൽക്കണം, പക്ഷെ മിണ്ടരുത് അവളെടുത്ത്. അന്നാണ് ഇന്നത്തെ കാലത്ത് അല്ലാഹ് വേണ്ടിയില്ല, അത്രയും നല്ലത്. അടുത്ത റൂമിലെങ്ങാനും കിടക്കാൻ സൗകര്യം കിട്ടിയാൽ ചാറ്റാൻ നല്ല സൗകര്യം. എൻ്റെ മച്ച ഇങ്ങനെ തന്നെ കിടക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും ഞാൻ നേരത്തക്കം പട്ടാഴി പള്ളിക്ക് വേണ്ടി അപ്പുറത്തെ റൂമിൽ തന്നെ കിടക്കണം, ഞാൻ ഇപ്പുറത്തെ റൂമിൽ കിടന്നോളാം. എന്തൊരു സുഖമായി പോയി. വീട്ടിൽ വെച്ച് മിണ്ടാൻ പാടില്ല. മിണ്ടാതിരിക്കും. അല്പമെങ്കിലും സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ എൻ്റെ ഇക്ക എന്നോട് മിണ്ടുന്നില്ലല്ലോ, ആ വിഷമം പ്രയാസം കൊണ്ട് ഇക്കയോട് ഇങ്ങോട്ട് വന്ന് വേണ്ട, ഇങ്ങോട്ട് വന്ന് വേണം മിണ്ടാൻ. അതാണ് നിയമം. അങ്ങനെയാണ് പെണ്ണുങ്ങൾ. ഒരുപാട് പറയാനുണ്ട്, അതൊക്കെ അങ്ങോട്ട് കയറിയാൽ കുറച്ച് പോകും. പ്രസിഡന്റ് കട്ട പണിയാൻ വേണ്ടി നിൽക്കുകയാണ് സംഭവം. അപ്പോൾ ഒരുപാട് പറയണ്ട. പെണ്ണുങ്ങളെ അങ്ങോട്ട് നമ്മൾ ഭർത്താവ് ഒരു ഭാര്യ അടിച്ചു, ഭർത്താവ് ഒരു ഭാര്യയെ അടിച്ചു, അല്ലെങ്കിൽ ഭാര്യ ഒരു ഭർത്താവിനെ അടിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും വഴക്കുണ്ടായെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന പെണ്ണാണ് സ്വർഗസ്ത്രീയായ പെണ്ണാണെങ്കിൽ എത്ര വലിയ വാക്കായത്! എന്താ ഇത് കേട്ടോ? ഇന്നൽ മർഅത ഇദാ ഒരു പെണ്ണ് നമ്മുടെ ഭാര്യയെ നമ്മൾ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, അടിച്ചു എന്നിരിക്കട്ടെ, വഴക്കുണ്ടായി എന്നിരിക്കട്ടെ, ഭാര്യയുടെ വീട്ടിലാണ്, ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലാണ്, രണ്ടുപേരും രണ്ട് ഭാഗത്താണ് താമസിക്കുന്നത്. മോളെ, പെങ്ങളെ, നിനക്ക് സ്വർഗത്തിൽ പോണോ? അള്ളാന്റെ റസൂല് പറയുന്ന ഒരു വഴി ഞാൻ ഇതാ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തന്റെ ഭർത്താവിൽ നിന്ന് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി സ്വന്തം വീട്ടിലേക്ക് പോയി നിൽക്കുന്ന പെണ്ണെ, ഡിവോഴ്സ് ചെയ്തിട്ടില്ല, വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഭാര്യയാണെങ്കിൽ അതത് സൗജഹാ, തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അവൾ മടങ്ങി വന്നുകൊള്ളട്ടെ. ഹത്താ തലയദഹാ ഫീ കഫിഹി, അവളുടെ കൈ ഭർത്താവിന്റെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് ഫതഖൂലു, അവൾ പറയണം, ലാ അദൂഖു ഗംളൻ ഹത്താ തർളാ, മച്ചാ, ഇക്കാ, നിങ്ങൾ എന്നോട് മിണ്ടുന്നത് വരെ, എന്നോട് തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ തിന്നൂല, ഞാൻ കുടിക്കൂല, ഞാൻ കഴിക്കൂല, ഞാൻ കുളിക്കൂല. കേട്ടോ? അത്ര വലിയ സ്നേഹം. എൻ്റെ അടുത്ത് മിണ്ടണം, പൊരുത്തം തരണം. ഇനി എൻ്റെ അടുത്ത് മിണ്ടിയില്ല എങ്കിൽ ഞാൻ തിന്നൂല, ഞാൻ കുളിക്കൂല, കുടിക്കൂല, ഉറങ്ങൂല, ഒന്നും ചെയ്യൂല. എൻ്റെ അടുത്ത് മിണ്ട്, എൻ്റെ അടുത്ത് മിണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് പോയിട്ട് അയാളുടെ കൈക്ക് പിടിക്കണമെന്നാണ്. അല്ല, ഇയാൾ അങ്ങോട്ട് പോലല്ല വേണ്ടത്. നിയമം എല്ലാം വാശിയാണ്. അവൾ ഇങ്ങോട്ട് വരട്ടെ നോക്കട്ടെ, ഇവൻ അങ്ങോട്ട് വരട്ടെ നോക്കട്ടെ. ഇതൊന്നും അല്ല. ഒന്നി അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. ഞങ്ങൾ അങ്ങോട്ട് പോകാനും അവൾ ഇങ്ങോട്ട് വരാനും തയ്യാറല്ല. ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. പിന്നെ അവസാനം പോയിട്ട് പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നേരത്തെ വിളിച്ചോണ്ട് വന്ന് കൈയെല്ലാം പിടിച്ചിട്ട് സന്തോഷത്തെ. അതിനാണ് ഭാര്യയും ഭർത്താവും കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത്.
ബിഖിലാലി അസാബിഇഹിമാ. ഭാര്യയും ഭർത്താവും കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത് അള്ളാന്റെ റസൂല് പറഞ്ഞത് അങ്ങനെ പിടിച്ചാൽ അവരുടെ കൽബുകൾ അടുക്കും കേട്ടോ, അവരുടെ ഹൃദയങ്ങൾ അടുക്കും കേട്ടോ, അവരുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് ഭാര്യ ഭർത്താക്കന്മാർ. വാള് കഴിഞ്ഞ് പോകുമ്പോ നമ്മുടെ ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് പോകണം, മാറിപ്പോവരുത് കേട്ടോ. പോകുമ്പോ ഇൻഷാ അല്ലാഹ് അതൊരു വർക്കത്ത് കൈക്ക് ചേർത്ത് പിടിച്ചിട്ട് പോകണം. അങ്ങനെങ്കിലും ഒന്ന് പിടിക്കേ. പണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് 2 വർഷം എന്തുവായിരുന്നു, പിടിച്ചോണ്ട് പോകുള്ളൂ, ഒരുമിച്ച് ഇരിക്കുകയുള്ളൂ, ബൈക്കിൽ കൊണ്ടുപോകുള്ളൂ, ഐസ്ക്രീം അങ്ങോട്ട് കൊടുക്കല് ഇങ്ങോട്ട് കൊടുക്കല്, കുടിച്ചതിന്റെ ബാക്കി അങ്ങോട്ട് കൊടുപ്പ് ഇങ്ങോട്ട് കൊടുപ്പ്, അവിടെ ഉമ്മ ഇവിടെ ഉമ്മ. ഇപ്പം ദൂരെ ഇണങ്ങി പിടിച്ചാൽ മതി. ഇപ്പൊ ഇല്ല, മറ്റേ പോകുമ്പോ ഒരുമ്മ വരുമ്പോ ഒരുമ്മ. ഇപ്പൊ അതൊന്നും ഇല്ല. പൈസ ഓൾഡ് ആയില്ലേ, ഇപ്പൊ ന്യൂജി ഓജി ആയി സംഭവം. 5Gയുടെ കാലഘട്ടമാണ് ഇപ്പൊ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് കൈക്ക് കയറി പിടിക്കണമെന്ന്. നമ്മൾ എത്ര നാളായി പിടിച്ചിട്ട്? അപ്പൊ നമ്മൾ പിടിക്കും കൈക്ക്, അടിക്കാൻ വേണ്ടി, അതിനുവേണ്ടി പിടിക്കും. ആ പിടിയല്ല നബിതങ്ങൾ പറഞ്ഞത്, സ്നേഹത്തോടെ പിടിക്കണം. വാ അമീന, നീ എന്തിനീ വിഷമിക്കുന്നത്, നിനക്ക് ഞാനില്ല, സ്റ്റിൽ ഐ ലൈക്ക് യു. ഈ ഒരു വാക്കാണ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ഞാനില്ല നിനക്ക്, നീ എന്തിനു വിഷമിക്കുന്നത്? നിന്റെ വാപ്പ എന്നെ വഴക്ക് പറയട്ടെ, എൻ്റെ ഉമ്മ എന്നെ വഴക്ക് പറയട്ടെ, ഞാൻ നിനക്കില്ല, പിന്നെ നീ എന്തിനാ പിടിക്കുന്നത്? ബാ, അങ്ങനെ ചേർത്ത് പിടിക്കുക. അതാണ് നബിതങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതാണ് ഒരു പെണ്ണിനും ഇഷ്ടം. അല്ലാതെ ചുമ്മാ ലൈംഗിക ബന്ധം മാത്രമൊന്നുമല്ല, സ്നേഹമാണ് പെണ്ണിന് ആവശ്യം. സ്നേഹിക്കണം, അതാണ് വേണ്ടത്. സംസാരിക്കണം. ഇതയുമ്മ നമ്മുടെ അടുത്ത് വന്നിട്ട് നാളെ പിന്നെ കല്യാണം ഉണ്ട്, അവിടെ ഒരു കല്യാണ വീട്ടിൽ പോണ്ടേ, പാല് കാച്ചുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ വന്നതാ പണ്ട്. അവർ 10,000-2,000 രൂപ തന്നു, നമ്മളതിന് കൊടുക്കണ്ടേ? അല്ല, നമ്മൾ പിന്നെ കുട്ടികളുടെ 29 ആയി, നാളെ സ്കൂൾ ഫീസ്. ആ ബസ്സുകാരൻ അവിടെ വന്നിട്ട് ഹോണടിയോട് അടിയായിരിക്കും. മീൻകാരനത്തേക്ക് 1 മാസമായി, ആ മീൻ ഇപ്പൊ തിരക്കുമില്ല, അളിഞ്ഞ മീനാ തരുന്നത്, പൈസ കൊടുക്കാത്തതുകൊണ്ട്. അത് കൊടുക്കണ്ടായോ? ടോക്ക് ടൈം തീർന്നു. ഒരു ഭർത്താവിന് 20,000 ടോക്ക് ടൈം. ഒരു ഭർത്താവിന് സംസാരിക്കാൻ ഒരു ദിവസം പെർ ഡേ 20,000 ടോക്ക് ടൈം. ഭാര്യയ്ക്ക് 7,000 ടോക്ക് ടൈം. അത്രേ ഉള്ളൂ സംസാരിക്കാൻ ടോക്ക് ടൈം. നമ്മുടെ 20,000 ടോക്ക് ടൈം സുബഹി നിസ്കാരത്തിന് മുമ്പ് പോലെ തുടങ്ങും. കച്ചവടത്തിന് ചന്തയിൽ പോയിട്ട് അവനെ വിളിച്ച് ഇവനെ വിളിച്ച് മറ്റവനെ വിളിച്ച് അവിടെ സംസാരിച്ച് ഇവിടെ സംസാരിച്ച് തലക്ക് പലക്ക് സംസാരിച്ച് രാത്രി കടയെല്ലാം അടച്ചിട്ട് വീട്ടിൽ വരുമ്പോ 19,980 ടോക്ക് ടൈം തീർന്നിരിക്കും. പിന്നെ 20 ഉള്ളൂ. അത് ഈ മൂളാനെ കാണുള്ളൂ. മൂളാനേ ഉള്ളൂ. സംഭവമില്ല. മൊത്തം തീർത്ത് ചർച്ച ചെയ്ത് അവിടെ ചർച്ച ചെയ്ത് മൊത്തം അവിടെ ഇവിടെ എല്ലാം കൂട്ടുകാരൻ. പിന്നെ വരുന്ന വഴിക്ക് കാമുകയും കൂടെ വിളിച്ചിട്ട് വരും. അതൊരു 200 ടോക്ക് ടൈം ഉണ്ടായിരുന്നു. അത് അവിടെ പട്ടാഴി അമ്പലത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വിളിച്ച് തീർത്തിട്ട് നേരെ വീട്ടിൽ വരുമ്പം ഭാര്യ കുളിച്ച് ഒരുങ്ങി റെഡിയായി. 7,000 ടോക്ക് ടൈം അവക്കുണ്ട്. അവൾ മാമിയെ ഒന്ന് വിളിച്ച്, ആ നാത്തൂനെ ഒന്ന് വിളിച്ച്, അവരെയൊക്കെ വിളിച്ച് എല്ലാവരെയും വിളിച്ച് ഒരു 4,000-4,500 ടോക്ക് ടൈം തീർത്ത്. പിന്നെ എന്നാലും പിന്നെ ഇരിക്കുകയാണ് 2,000-2,000 ചില്ലുവാൻ ടോക്ക് ടൈം. അത് ഇക്കാലത്ത് സംസാരിക്കാൻ വെച്ചിരിക്കുക. രാത്രി വരുമ്പോ ഇക്കാലത്ത് സംസാരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ ഇക്ക വന്നവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോ ഭാര്യ ഇപ്പുറത്ത് കസേരയിട്ട് മച്ചാ കടിഞ്ചാ എല്ലാം കൊണ്ടുകൊണ്ട് മഷാ എല്ലാം കൊടുത്തിട്ട് ഇന്ന് 29 ഡേറ്റ്, നാളെ 1-ാം തീയതി സ്കൂളിൽ കൊടുക്കണ്ട. നിങ്ങളുടെ സബ്സ്ക്രൈബറുടെ തീർന്നിരിക്കുന്നു, ഇനി പുതിയതായിട്ട് റീചാർജ് ചെയ്തു. തീർന്ന സംഭവം. 20 ഉള്ളായിരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചത് 20 രൂപയുടെ ടോക്ക് ടൈം. എങ്ങനെ ഇഷ്ടപ്പെടും ഭാര്യയ്ക്ക്? പറയും. അവള് ദേഷ്യപ്പെട്ട് എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് ഒറ്റ പോക്കുണ്ട്. ദുൽദുൽ കുതിര പോകുന്ന പോലെ ഒരു പോക്കായിരിക്കും അവിടെ പോവാ. ഞേരെയൊക്കെ തലമണ്ടയിൽ എന്നെ കെട്ടിവെച്ചല്ലാണ്ട് അത്ത എന്ത് ചെയ്യാനുള്ള ഗതിയില്ലാതെ. അങ്ങനെയാണ് തൂമ്പ എടുത്തോണ്ട് തൊഴിലുറപ്പിന് പോകാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ പാവപ്പെട്ട പെണ്ണിനെ തൊഴിലുറപ്പിന് വിട്ട് നമ്മൾ എങ്ങനെ തിന്നു അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവളെ വീട്ടിൽ ഇരുത്തി നമുക്ക് ഭക്ഷണം ആവശ്യമുള്ളത് ഉണ്ടാക്കി തന്ന്, നമ്മുടെ മക്കളെ നോക്കി നമുക്ക് വസ്ത്രം അലക്കി തന്ന്, ഭർത്താവിൻ്റെ കയ്യും കാലിലൊക്കെ കുഴമ്പൊക്കെ ഇട്ട് തന്ന് റാഹത്തായി നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ഭാര്യ അവള് നമുക്ക് ചെലവിന് തരാൻ വേണ്ടിയിട്ട് തൂമ്പായും കൂന്താലിയും എടുത്തുകൊണ്ട് തൊഴിലുറപ്പിന് പോകേണ്ട ഗതികേടിലേക്ക് വന്നു. അതല്ലേ പാടില്ല. അതൊന്നും നല്ലല്ല. നമ്മുടെ ഭാര്യയെ നമ്മൾ നോക്കണം. അതാണ് വേണ്ടത്. കയ്യും മെയ്യും കൊടുത്തിട്ട് നമ്മുടെ ഭാര്യയെ നമ്മൾ നോക്കണം.
അതിനാണ് കൂലി കൂടുതൽ. അതിനാണ് ഇംസാക്കും ബിമഅറൂഫ്, കയ്യിൽ പിടിച്ചിട്ട് കല്യാണത്തിന്റെ ദിവസം പറയുന്നത്. അല്ലാതെ പെണ്ണിന്റെ വാപ്പാന്റെ സ്ത്രീധനം മേടിക്കാനൊന്നുമല്ല. സമയം നോക്കല്ലേ. പെണ്ണിന്റെ വാപ്പാന്റെ സ്ത്രീധനം നോക്കാൻ വായിക്കലല്ല സംഭവം. കുടുംബജീവിതം വെച്ച് ഒരുപാട് സംസാരിക്കേണ്ടി വരും. അതാണ് ഈ പ്രശ്നം. എനിക്ക് പെട്ടെന്ന് നിർത്തുന്നത് എനിക്ക് നല്ലതാണ്, കാരണം എനിക്ക് എന്നാലും പിന്നെ ഈ ആളുകളൊക്കെ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് കാര്യം പറയണ്ടേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്താൻ പോവാണ്. വലാ തദ്രിബിൽ വജ്ഹ, മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ്, പെണ്ണിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് നമ്മൾ സംസാരിക്കരുത്. ചില പെണ്ണുങ്ങൾക്ക് ചില നമ്മൾ ഭാര്യയെ വിളിക്കുന്ന പട്ടി, പന്നി, നായ ഉണ്ടോ, മൈക്കിന് പോലും ഇഷ്ടപ്പെട്ടില്ല. മൈക്കിന് പോലും അത് പിടിച്ചില്ല ആ വാക്ക്. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലാത്ത മൈക്ക് ആ പന്നി, പട്ടി, നായ എന്ന് വിളിച്ചപ്പോൾ അതുപോലും പ്രശ്നമാക്കി. നമ്മുടെ ഭാര്യ അങ്ങനെ വിളിക്കും നമ്മൾ. ഒരിക്കലും വലാ തുഖബ്ബിഹ്, അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പേരിട്ട് അവളെ വിളിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ, ഹദീസ്, നബിയുടെ റസൂലുള്ളാഹി. വലാ തുഖബ്ബിഹ് വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിൽ വെച്ചിട്ടല്ലാതെ അവളോട് മിണ്ടാതിരിക്കരുത്. വീട്ടിൽ വെച്ചിട്ടല്ലാതെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സലാം പറഞ്ഞ് സന്തോഷമായിട്ടേ പോകാവൂ. വീട്ടിൽ വെച്ചിട്ട് അല്ലാതെ മിണ്ടാണ്ടിരിക്കാം. ഒരു 2 ദിവസമൊക്കെ, ഒരു ദിവസമൊക്കെ ഒന്നും മിണ്ടാതിരിക്കാം, അത് നല്ലതാ. 2 ദിവസമൊക്കെ ഒന്നും മിണ്ടാതിരുന്നാൽ റാഹത്ത് തന്നെയല്ലേ. 2 ദിവസം 3 ദിവസമൊക്കെ ഒന്ന് മിണ്ടാതിരുന്നിട്ട് 4ാമത്തെ ദിവസം ഭാര്യയും ഭർത്താവുമായിട്ട് റൂമിൽ പോകുമ്പോൾ ഒരു ദുബായിൽ നിന്ന് വന്ന ഒരു പ്രതീതിയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് മിണ്ടാതിരിക്കൽ കൊള്ളാം. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അങ്ങനെ ആളടിച്ചു പോയാൽ പൊരുത്തമില്ലാതെ പോയില്ലേ. ഇന്നത്തെ കാലം അങ്ങനെയല്ലേ. പോകുന്ന വഴിക്ക് അങ്ങനെ മരിച്ചു പോയാലേ അല്ലാ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പൊരുത്തം കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അവളോട് വസിയത്ത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടാവില്ലേ. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ സലാം പറഞ്ഞിട്ട് പോവാ. വീട്ടിനകത്തിരുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേണമെങ്കിൽ 1, 2, 3 ദിവസമൊക്കെ മിണ്ടാതിരിക്കാം. 3 ദിവസത്തിൽ കൂടാൻ പാടില്ല. വലാത്ത ഇല്ലാ ഫിൽ ബൈത്ത്, ഇതൊരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമയും കടപ്പാടുമാണ്. ഭർത്താക്കന്മാർക്ക് അതേപോലെ തിരിച്ചുണ്ട്, ഭാര്യയ്ക്ക് അതേപോലെ തിരിച്ച് ഭർത്താക്കന്മാരോടുണ്ട് കടമ. ഏറ്റവും വലിയ കടമ അവരോടാണ് സംഭവം. അത് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പറയാം. ഇപ്പൊ തൽക്കാലം ഇനി അവരുടെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാം. അല്ലാഹ് പടച്ചവനെ, റബ്ബേ, കരുണയുള്ളവനെ, റഹ്മാനെ, ഇംസാക്കും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ, അതാണ് അടുത്ത പോയിന്റ്. നമുക്ക് പറ്റാത്ത പെണ്ണാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഉപദേശിക്കണം, 2 വഹ്ജുറുഹുന്ന ഫിൽ മലാജി, മാറിക്കിടക്കണം, 3 വളിരിബൂഹുൻ, അടിക്കണം. അവിടെയാണ് ഒരു അടി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് എങ്ങനത്തെ അടി? അവളെ വേദനിപ്പിക്കാത്ത അടി അടിക്കണം. അത് അടിക്കണം. ഒരു പേടിപ്പെടുത്തലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇസ്ലാം എത്ര മാതൃക ഭാര്യമാരോട്, പെണ്ണുങ്ങളോട് കാണിക്കുന്ന മര്യാദ. നമ്മളൊക്കെ ഇസ്ലാമിനെ മറ്റുള്ളവരൊക്കെ കുറ്റം പറയുന്നു, മുസ്ലിങ്ങൾ അങ്ങനെയാണ്, മുസ്ലിം പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്. മുസ്ലിം പെണ്ണുങ്ങൾക്ക് അള്ളാഹു നൽകുന്ന സ്വാതന്ത്ര്യം പോലെ ലോകത്ത് ആരാ നൽകുക? വലഖദ് കറംനാ ബനി ആദം, അള്ളാഹു തആല ആദമിന്റെ മക്കളെ ആദരിച്ചില്ലേ? പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് അള്ളാഹു ഇസ്ലാമിൽ വലിയ സ്ഥാനം കൊടുത്തത്. അറിയോ നിങ്ങൾക്ക്? അതൊക്കെ ഒരുപാട് ചരിത്രങ്ങളാണ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. സഫാ മർവയിൽ ഓടുന്ന സമയത്ത് ഒരു പച്ച ലൈറ്റ് കാണും. ആ പച്ച ലൈറ്റ് വരുമ്പോൾ പെണ്ണുങ്ങൾ ഓടരുത്, ആണുങ്ങൾ ഓടാൻ പറഞ്ഞു. അത്ര വലിയ കാര്യമാണ്. പരിശുദ്ധമായ ഖുർആനിൽ സ്ത്രീകളെ കുറിച്ച്, അവരുടെ വസ്ത്രങ്ങളെ കുറിച്ചാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവരുടെ വസ്ത്രങ്ങളെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് പുരുഷന്മാർക്കെടുക്കാൻ അനുവാദമില്ല, അവകാശമില്ല. എന്നാൽ പുരുഷൻ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് സ്ത്രീകൾക്കെടുക്കാൻ അനുവാദമുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങളാണ്, ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. ഒന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൂടെ. ഇതാണ് വൈവാഹിക ജീവിതം, കുടുംബ ജീവിതം എന്നൊക്കെ പറയുന്നത്. കുടുംബത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുകയും അതിലൂടെ സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവുകയും, അതാണ് വിവാഹം ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം. 1ാമത്തെ രാത്രി മണിയറയിലേക്ക് കയറിയാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. മണിയറയിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചവരാരിലുണ്ടോ? ഒന്ന് കൈവക്ക്. ഇല്ല, ഇതൊന്നും അന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ഞാൻ പല മജ്‌ലിസിലും ചോദിച്ചിട്ടുണ്ട്, ആരും കൈവക്കിയില്ല. ഇവിടെ ഒരു സ്ഥലത്ത് എന്താ ഒരാൾ കൈവക്കി. അതുകൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർ, നിങ്ങളിപ്പം കല്യാണം കഴിക്കാൻ പോന്ന് പറഞ്ഞാരാ, കല്യാണം 2 റക്അത്ത് നിസ്കരിക്കണം. ചുമ്മാ ആക്രാന്തം കാണി ചാടിപ്പോ നിൽക്കരുത്. 2 റക്അത്ത് ആദ്യം സുന്നത്ത് നിസ്കരിക്കണം. മണിയറയിൽ കയറി ഒതു എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നീ നിസ്കരിക്കണം. നിന്റെ ഭാര്യ എവിടെ? മുസാഫിർ അവളെ പെണ്ണ് കെട്ടാൻ പോവാ. അവർക്കൊക്കെ പിന്നെ അറിയാമല്ലോ, നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്താണെന്നറിയോ എൻ്റെ കാരണം?
ഒരു സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നി തസവ്വജ്തു ഇംറഅതൻ, ഞാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. വഇന്നി അഖാഫു അൻ തഫറകനി, എനിക്ക് എന്റെ കുടുംബത്തെ അവൾ തോണ്ടിക്കളയുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഭയമുണ്ട്. ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഇടങ്ങേറുണ്ടാവാണെ 3 കാര്യത്തിൽ ഇടങ്ങേറുണ്ടാവുക. 1 പെണ്ണ്, 2 വാഹനം, 3 വീട്. ഈ 3 കാര്യത്തിലാണ് ദുശകുനം. 3 കാര്യത്തിലാണ്. 1 പെണ്ണ്, 2 വീട്, 3 വാഹനം. അതിന്റെ വിശദീകരണത്തിന് ഞാൻ കയറുന്നില്ല, സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചെന്താ, ഇന്നി തസവ്വജ്തു ഇംറഅതൻ, ഐ ജാരിയത്തൻ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. വ ഇന്നി അഖാഫു അൻ തഫറകനി, ഫറക എന്ന് പറഞ്ഞാൽ ചൊറിയുക എന്നതിന്റെ അർത്ഥം. അപ്പൊ എന്നോട് എപ്പോഴും ചൊറിഞ്ഞ വർത്താനം പറയുമോ എന്ന് എനിക്കൊരു പേടി, എന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് എനിക്കൊരു പേടി. അതിനൊരു പരിഹാരം ഉണ്ടോ? ഉടനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലാ ഇന്നൽ ഇൽഫ മിനല്ലാഹ് വ ഇന്നൽ ഫറക മിനശ് ശൈത്താൻ. അതേ, നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഇൽഫത്ത്, സ്നേഹം എന്ന് പറയുന്നത് അള്ളാന്റെ ഭാഗത്ത് നിന്നുമുള്ള സമ്മാനമാണ്. അതിനെ തമ്മിലടിപ്പിക്കുക, ഭിന്നിപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ പണിയാണ്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മണിയറയിലേക്ക് കയറുമ്പോ മുർഹാ ബിസ്സലാത്തി ഖൽഫക റകഅതൈൻ, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മണിയറയിലേക്ക് കയറുമ്പോ 2 റകഅത്ത് നിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ നീ അവളോട് കൽപ്പിക്കണേ. നീയും നിസ്കരിക്കണം, അവൾ നിസ്കരിക്കണം. 2 റകഅത്ത് സുന്നത്ത്, 2 റകഅത്ത് സുന്നത്ത്. നിസ്കരിച്ചിട്ട് 2 പേരും ദുആ ചെയ്യണം. അല്ലാഹുമ്മ റസുഖ്നി മിൻഹാ വറസുഖ്ഹു മിന്നി. ഭാര്യ ദുആ ചെയ്യണം, അല്ലാ എന്നിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ ഭർത്താവിനെ നീ സഹായിക്കണേ റബ്ബേ. ഭർത്താവ് ദുആ ചെയ്യണം, അല്ലാ എന്നിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ ഭാര്യയും കുടുംബത്തെയും നീ സഹായിക്കണേ അല്ലാ. ഭാര്യയെ ഭർത്താവിനെ മാത്രമല്ല, ആ കുടുംബത്തെ സഹായിക്കണം. ഭർത്താവിന്റെ കുടുംബത്തെയും നീ സഹായിക്കണേ അല്ലാ, ഭാര്യയുടെ കുടുംബത്തെയും നീ സഹായിക്കണേ അല്ലാ. ഭർത്താവിന് ഒരുപാട് തേയിലത്തോട്ടുണ്ട്, ഭർത്താവിന് ഒരുപാട് തെങ്ങും തോട്ടമുണ്ട്, ഭർത്താവിന് ഒരുപാട് കൃഷികളുണ്ട്. ആ കൃഷി എടുക്കുന്ന സമയത്ത്, വിളവെടുക്കുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞേടി, കുറച്ച് തേങ്ങായും കുറച്ച് ചക്കയൊക്കെ ഉണ്ട്, നീ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുകൊടു, ഉമ്മ കൊണ്ടുകൊടു. ഒരു ഓട്ടോറിക്ഷയ്ക്ക് തീറ്റി അവളെയും പറഞ്ഞുകൊണ്ട് കൊടുത്തു വിടണം. അതേപോലെ പെണ്ണിന്റെ വാപ്പാക്കും ഇതേപോലെ കൃഷികളുണ്ട് ധാരാളം. മോളെ, നീ നിന്റെ ഇക്കാക്കും കൊടു, കാന്റെ ഉപ്പാക്കും ഉമ്മാക്കും കൊണ്ടുപോയി കൊടു. നല്ല വരിക്കച്ചക്കയാ മോളെ, തേനൂറും വരിക്കച്ചക്കയാ മോളെ, കൊണ്ടുപോയി കൊടുക്കും മോളെ. ഈ പ്രാവശ്യം കുറച്ചേ കായ്ച്ചുള്ളൂ, 2-3 എണ്ണം. അത് ഒരെണ്ണം നീ അവക്ക് കൊണ്ടുപോയി കൂടെ, അവര് തിന്നട്ടെ. അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് കൊടുത്തോണ്ടല്ലോ. അതാണ് സ്നേഹം, അതാണ് റാഹത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ വേണ്ടി ആദ്യ രാത്രി ദുആ ചെയ്യണം. കല്യാണം കഴിഞ്ഞ് അവളെ പിടിച്ച് ആ കട്ടിലിരുത്തിയിട്ട് അവളുടെ നെറ്റിയുടെ മുടിയിൽ കൈവച്ചിട്ട് ഭർത്താക്കന്മാർ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വ ഖൈരി മാ ജബൽതഹാ അലൈഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. അല്ലാഹ്, ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള ഖൈറുകൾ, നന്മകൾ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തിന്മകളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. അത് ചൊല്ലണം ആദ്യത്തെ രാത്രി, മറക്കണ്ട കേട്ടോ. മലയാളത്തിൽ ചൊല്ലിയാലും മതി, ഉസ്താദിന്റെ ചോദിച്ചു പഠിച്ചോ. ശാരീരികമായി ബന്ധപ്പെടുമ്പോ 2 പേരും ഒന്നുവോടുകൂടി ബന്ധപ്പെടണേ. അവർ ബന്ധപ്പെടുന്ന സമയത്ത് ദുആ ചെയ്യണം, അല്ലാഹ് ഞങ്ങളുടെ ബന്ധത്തിലൂടെ പിശാചിന്റെ ഷർറുകൾ, പിശാചിന്റെ അടിയേൽക്കുന്ന, പ്രഹരമേൽക്കുന്ന ഒരു കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകുന്ന സന്താനം സ്വാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ സന്താനം, ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും നമ്മൾ പറയണ്ട. റബ്ബി ഹബലി സ്വാലിഹീങ്ങളായ മക്കളെ താള്ള എന്ന് പറയണം. അങ്ങനെ ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്ത് വേണം ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ബന്ധങ്ങൾ അവിടെ തുടങ്ങാൻ. അതിലൂടെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും. ആദ്യത്തെ രാത്രി സുന്നത്താണ്, അത് പാഴാക്കരുത്. അത് പാഴായ എല്ലാം പാഴായി.
ആ സമയത്ത് വെറുതെ അവിടെ മ്യൂസിക് പഠിച്ച് ഡാൻസ് പഠിച്ച് പടക്കവും പൊട്ടിച്ച് പൂത്തിരിയും കത്തിച്ച് സമയം കളയാതെ നേരത്തെ വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് ചോദ്യം, നിങ്ങളുടെ രണ്ടുപേരുടെ ദുആ അന്നത്തെ ദുആ കബൂലാക്കും. കാരണം രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ നിന്ന് അള്ളാഹ് 2 ഹറാമായ ആളുകളെ അള്ളാഹ് ഹലാലാക്കി അടുപ്പിച്ച ദിവസമാണ്. ആ സമയത്ത് ദുആയ്ക്ക് ഭയങ്കര ഇജാബത്താണ്. അങ്ങനെയാണ് ചില പെണ്ണുങ്ങൾ ഭാര്യ ഭർത്താക്കളുടെ ബന്ധപ്പെടുമ്പോ ഇപ്പൊ വേണ്ട ഇക്ക, മക്കളെ ഒന്നും ഇപ്പൊ വേണ്ട ഇക്ക, നിങ്ങൾ അങ്ങ് ഗൾഫിൽ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ലയൊക്ക. മലക്കുകൾ ആമീൻ, അള്ളാഹുവേ മൈമൂനാക്കി ഇപ്പോളെ ഒന്നും നീ കുട്ടിയെ കൊടുക്കല്ലേ അല്ലാ. ഇവൻ പിന്നെ 10 വർഷം ദുബായിക്ക് പോയിട്ട് വന്നാലും മാഫി 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 ഫായിദ. ഉസ്താദ് ദുആയോടെ ദുആ, അലറി വിളിച്ചുള്ള ദുആ. അവസാനം വിളിക്കുന്നു, വാ ഇത്ര വർഷമായി മക്കള് 10. എന്താണ് എന്തെന്ത് ഭാര്യയല്ല പറഞ്ഞു. അത് ഉസ്താദ് ഈ കല്യാണം കഴിച്ച ആദ്യ രാത്രി ഞങ്ങളിങ്ങനെ ബന്ധപ്പെടാൻ പോകുമ്പോൾ അവള് പറഞ്ഞു, ഇപ്പൊ വേണ്ട ഇക്ക, നമ്മൾക്ക് ഇപ്പോഴൊന്നും കുട്ടികളെ വേണ്ട, നമ്മൾ കുറച്ച് ചെറുപ്പമല്ലേ, ഒന്നൊന്നും അടിച്ചു പൊളിച്ചിട്ടൊക്കെ. അന്നത്തെ ദുആ മലക്കള് സ്വീകരിച്ചു. അമീൻ 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 പറഞ്ഞു പോയി. അതുകൊണ്ട് അബദ്ധത്തിലെങ്ങാനും വന്നു പോകരുത്, വന്നു പോയാൽ പോയി സംഭവം. അതുകൊണ്ട് നല്ല കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യും. നല്ല കുട്ടികൾ, ഇതാണ് കല്യാണം കഴിയുമ്പോൾ ആദ്യ രാത്രി നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നല്ല ഒരു കുടുംബം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.